back to Easy Botany, Tasty Botany. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ അനാട്ടമി ഓഫ് ലിവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു എക്സാംക്കൊക്കെ റിവിഷൻ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാണ്. അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? അനാട്ടമി എന്താണ്? അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ. പ്ലാന്റിന്റെ ആവട്ടെ ആനിമലിന്റെ ആവട്ടെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനത്തിനാണ് നമ്മൾ എന്ത് പറയാ? അനാട്ടമി എന്ന് പറയാ. അപ്പൊ നമുക്കറിയാം പ്ലാന്റിന്റെ ആയാലും ആനിമലിന്റെ ആയാലും അനാട്ടമിയില് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലുകളാണ് അല്ലെ. സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ്. Then these cells organized into tissues. സെല്ലുകൾ ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. ടിഷ്യൂസ് പിന്നെ എന്ത് ചെയ്യും? ടിഷ്യൂസ് ഓർഗനൈസ്ഡ് ഇൻടു ഓർഗൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ടിഷ്യൂ എന്താണ് ടിഷ്യൂ? ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a group of cells having common origin and perform similar function. ഒരു കോമൺ ഒറിജിൻ ഉള്ളതും അതേപോലെ തന്നെ ഒരേ ഫങ്ഷൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം സെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയാ? ടിഷ്യൂസ് എന്ന് പറയാം അല്ലെ. ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലുകൾക്ക് നമ്മൾ എന്ത് പറയും? ടിഷ്യൂസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ദെൻ ഇനി ഈ ടിഷ്യൂ സിസ്റ്റംസ് നമ്മൾ ഏതൊക്കെയാണ് ടിഷ്യൂ സിസ്റ്റംസ്? അപ്പൊ ഒരു പ്ലാന്റിലെ ടിഷ്യൂ സിസ്റ്റംസിനെ നമ്മൾ ഓൺ ദി ബേസിസ് ഓഫ് their structure and location there are 3 types of tissue systems. അപ്പോൾ നമുക്ക് എവിടെയാണോ അതിരിക്കുന്നത്, then അതിന്റെ സ്ട്രക്ചർ എന്താണ്, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട് പ്ലാന്റിൽ. ഏതൊക്കെയാ? ഒന്ന് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, 2 ഗ്രൗണ്ട് ഓർ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം, 3 വാസ്കുലാർ ഓർ കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം. അങ്ങനെ 3 ടിഷ്യൂ സിസ്റ്റംസ് ആണ് നമുക്കുള്ളത് പ്ലാന്റുകൾക്ക് കേട്ടോ, നമുക്കെല്ലാം. ഓക്കെ, ഇനി എന്താണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം? മക്കളെ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ഈ പുറത്ത് കാണുന്ന എപ്പിഡെർമിസ്, ഇത് ഞാൻ ജസ്റ്റ് അതിനു വേണ്ടി കാണിച്ചു തരാം. എപ്പിഡെർമിസും അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ചുറ്റുമുള്ള സാധനങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു ടിഷ്യൂ സിസ്റ്റമാണ് നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. പിന്നീട് സൈലും ഫ്ലോയും ഒക്കെ അടങ്ങിയ വാസ്കുലാർ ബണ്ടിൽസ് ഉള്ള ടിഷ്യൂ സിസ്റ്റമാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കഴിഞ്ഞു, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം കഴിഞ്ഞു. ആൻഡ് ദെൻ ഇത് ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. എന്താ? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എപ്പിഡെർമിസ്, അതാ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം വാസ്കുലാർ എലമെന്റ്സ് ആയ സൈലോ ഫ്ലോയും ഉൾക്കൊള്ളുന്നത്. ഇത് രണ്ടും ഒഴിവാക്കി ബാക്കി കാണുന്ന എല്ലാറ്റിനെയും നമ്മൾ എന്ത് പറയും? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എപ്പിഡെർമൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ട് അല്ലേ. എന്താണ് ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് നോക്കാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഇറ്റ് ഫോംസ് ദ outermost covering of the whole plant body. outermost covering ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. and it comprises എന്തൊക്കെയാണ്? എപ്പിഡെർമൽ സെൽസ്. ഇപ്പൊ ഇത് നോക്കൂ, ഇത് എപ്പിഡെർമൽ സെൽസ് ആണ് അല്ലെ. ഇതില് എപ്പിഡെർമൽ ഏറ്റവും പുറത്ത് കാണുന്ന ഒരു ലെയർ സെല്ലുകളാണ് എപ്പിഡെർമൽ സെൽസ്. അതേപോലെ തന്നെ അതിൽ സ്റ്റൊമാറ്റ ഉണ്ട്, എപ്പിഡെർമൽ ഹെയേഴ്സ് ഉണ്ട്, അതായത് സ്റ്റെം ആണെങ്കിൽ സ്റ്റെം ഹെയേഴ്സ് ആയിട്ടുള്ള ട്രൈക്കോൺസ് ഉണ്ട്, റൂട്ട് ആണെങ്കിൽ റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. ഇത്രയും 3 എണ്ണമാണ് ഒരു എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലുള്ളത്. ഏതൊക്കെയാ? എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ ആൻഡ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. ഓക്കേ, ഇനി നമ്മള് അവിടെ നോക്കൂ, നിങ്ങൾ കണ്ട ഇവിടെ എപ്പിഡെർമൽ സെല്ലുകളും സ്റ്റൊമാറ്റൊക്കെ കാണുന്നുണ്ട്. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ടർ മോസ്റ്റ് ആയിട്ട് കണ്ട സെല്ലില്ലേ, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാ എന്നുള്ളതാണ് എപ്പിഡെർമിസ് അല്ലെങ്കിൽ Epidermis
കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് പാരൻകൈമാറ്റസ് സെൽസ് അല്ലേ, ഒരു സിംഗിൾ ലെയർ പാരൻകൈമാറ്റസ് സെൽസ് ആണ്. And also these cells are elongated, compactly arranged, which form the continuous layer. അവ എന്താണ്? എലോങ്ങേറ്റഡ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ സെല്ലുകൾക്കാണ് നമ്മൾ എന്ത് പറയാ? എപ്പിഡെർമിസ് എന്ന് പറയാം. Then usually the epidermis is single layered അല്ലേ, ഒറ്റ ലെയർ സാധാരണ കാണുന്നുള്ളൂ. Then outside the epidermis covered with waxy thick layer called cuticle. അപ്പോൾ എപ്പിഡെർമിസിന്റെ പുറമേ ഒരു വാക്സി ലെയർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ ലെയറിന് പറയുന്ന പേരാണ് മക്കളെ ക്യൂട്ടിക്കിൾ എന്നാണ് പറയുക. എപ്പിഡെർമിസ് സിംഗിൾ ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസിന്റെ മുകളിൽ ഒരു വാക്സി ലെയർ ഉണ്ട്. ആ വാക്സി ലെയർ ആണ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ ഈസ് ആബ്സെന്റ് ഇൻ എപ്പിഡെർമിസ് ഫ്രൂട്ട്. റൂട്ടിൽ ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആണ്. ഇതെല്ലാം പറയുന്നത് എന്തിനാ വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ടഫാണ് കേട്ടോ. ടഫായിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പൊ നമ്മള് ഒന്നും വിട്ടു പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൊമാറ്റ ആണ് കേട്ടോ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റൊമാറ്റ സ്ട്രക്ചർ പ്രസന്റ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് ലീഫ്. സാധാരണയായിട്ട് ലീഫിന്റെ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റ കാണുന്നത്. സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്താ മക്കളെ? സ്റ്റൊമാറ്റ റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിരേഷൻ ആൻഡ് ഗ്യാസസ് എക്സ്ചേഞ്ച്. ട്രാൻസ്പിരേഷൻ അതായത് വാട്ടർ വേപ്പർ സ്റ്റൊമാറ്റയുടെ ഉള്ളിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. അതുപോലെ ഗ്യാസുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഇതിലൂടെയാണ്. ഈ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ ഓപ്പണിങ്ങിലൂടെയാണ്. സോ ഇവിടെ നോക്കൂ, ഒരു സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചറാണ്. ചില ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഒരു സ്റ്റൊമാറ്റയ്ക്ക് നോക്കൂ, ഒരു ഇവിടെ കാണാം നമുക്ക്. സ്റ്റൊമാറ്റയ്ക്ക് ഗാർഡ് സെൽസ് എന്ന് പറഞ്ഞൊരു സെല്ലാണ്. അല്ല, പുറത്ത് കാണുന്ന ഗാർഡ് സെൽസ്. അത് കഴിഞ്ഞിട്ട് അതിനെ ചുറ്റിയിട്ട് സബ്സിഡിയറി സെൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണത്. നോക്കൂ, each tomato composed of two bean-shaped cells called guard cells. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ. ഇതിനാണ് എന്ത് പറയാ? ഗാർഡ് സെൽസ് എന്ന് പറയാം. ഇതാണ് ഗാർഡ് സെൽസ്. ടു ബീൻ ഷേപ്ഡ് സെൽസ്, ഗാർഡ് സെൽസ്. ആൻഡ് ദെൻ പിന്നെന്താണ്? ഗ്രാസസില് ഈ ഗാർഡ് സെൽസ് ഡംബൽ ഷേപ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു മോണോകോട്ടില് അത് ഡംബൽ ഷേപ്ഡ് ആണ്. ഓക്കെ, ബീൻ ഷേപ്ഡ് ആണ് ഡൈക്കോട്ടില്, മോണോകോട്ടില്. അപ്പൊ ഇതെപ്പോഴും ചോദിക്കുന്ന കേട്ടോ, ഡംബൽ ഷേപ്ഡ്. Then outer wall of guard cell is thin and inner wall is thick. അപ്പോൾ ഒരു ഗാർഡ് സെല്ലിന്റെ ഇന്നർ വാൾ തിക്കാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കൂ. ഇങ്ങനെ ഒരു ഗാർഡ് സെൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഔട്ടർ വാള് തിന്നായിട്ടും ഇന്നർ വാള് തിക്കായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, ഇന്നർ വാള് തിക്കായിട്ട് കാണുന്നു. And then the guard cells possess chloroplast and regulate the opening and closing of stomata. എന്തിനു വേണ്ടിയിട്ടാണ് ഗാർഡ് സെൽസ്? ഇതൊരു ഡോറാണ് കേട്ടോ. ഇത് സ്റ്റൊമാറ്റൽ പോറിന്റെ ഓപ്പണിങ്. ഇപ്പൊ നമ്മള് ഓപ്പണിങ്ങിനെയും ക്ലോസിങ്ങിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ രണ്ട് ഡോർസ് ആണ്. അപ്പൊ ഇതിലാണ് നമ്മൾ എന്ത് പറയാ? ഗാർഡ് സെൽസ് എന്ന് പറയാ. ഓപ്പണിങ്ങിന് എന്താണ്? സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. Then epidermis cells in the vicinity of the guard cells called subsidiary cell. ഈ ഗാർഡ് സെല്ലിന് ചുറ്റും കാണുന്ന എപ്പിഡെർമൽ സെല്ലുകളാണ് എന്ത് പറയാ? ഇവയെയാണ് നമ്മൾ എന്ത് പറയാ? സബ്സിഡിയറി സെൽസ് എന്ന് പറയാം. സബ്സിഡിയറി സെൽസ്. ഓക്കെ, ഇനി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്, സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ, അതായത് ഓപ്പണിംഗ് സ്റ്റൊമാറ്റൽ പൂ, ദെൻ അതിന്റെ ഗാർഡ് സെല്ലും പിന്നെ ഈ സബ്സിഡിയറി സെല്ലും കൂടി, ഇവയ്ക്ക് മൂന്നും കൂടി പറയുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റൊമാറ്റയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ നോക്കൂ, സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനും ട്രാൻസ്പിരേഷനും വേണ്ടിയുള്ള ഓപ്പണിംഗ് ആണ്. അതിന് 2 ഗാർഡ് സെൽസ് ഉണ്ട്. ഈ ഗാർഡ് സെൽസ് ഡൈക്കോട്ട് പ്ലാന്റില് ബീൻ ഷേപ്ഡ് ആണ്, മോണോകോട്ട് പ്ലാന്റില് ഡംബൽ ഷേപ്ഡ് ആണ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് സബ്സിഡിയറി സെൽസ് ഉണ്ട്. ഇവിടെ ഈ സബ്സിഡിയറി സെൽസിനെയും ഗാർഡ് സെൽസിനെയും അതുപോലെ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ അപ്രോച്ച്, ഈ 3 കൂടിയിട്ട് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ഓക്കെ, നമ്മളത് നോക്കൂ. ഇതാണ് ഇപ്പൊ പറഞ്ഞിട്ട് നോക്കൂ. മോണോകോട്ട് ആണെങ്കിൽ അത് ഡംബൽ അല്ലേ, നമ്മുടെ ഡംബൽ ഷേപ്ഡ് ആണ്. ഡൈക്കോട്ട് ആണെങ്കിൽ അത് ബീൻ ഷേപ്ഡ് അല്ലെങ്കിൽ കിഡ്നി ഷേപ്ഡ് ആണ്. അതിനെ ചുറ്റിങ്ങളുണ്ട് എന്ത് കാണുന്നുണ്ട്? സബ്സിഡിയറി സെല്ലുകൾ കാണുന്നുണ്ട്. ഇനി വേറെ എന്താണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ഉള്ളത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു റൂട്ട് ആണെങ്കിൽ റൂട്ട് ഹെയേഴ്സും ഉണ്ട്, ട്രൈക്കോംസും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നേരത്തെ കുറച്ച് പറഞ്ഞു ഇങ്ങനെ നമ്മൾ എപ്പിഡെർമിസ് വരച്ചിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ കാണുന്ന ഔട്ട്ഗ്രോസിനാണ് നമ്മൾ എന്ത് പറയാ? എപ്പിഡെർമൽ ഔട്ട്ഗ്രോസ് എന്ന് പറയാം അല്ലെ. അത് റൂട്ട് ആണെങ്കിൽ the root hairs are unicellular elongation of the epidermal cells and have to absorb water and minerals from it അല്ലെ. ആ റൂട്ടിന്റെ എപ്പിഡെർമിസിൽ കാണുന്ന ഹെയേഴ്സിനാണ്, ഔട്ട്ഗ്രോസിനാണ് നമ്മൾ എന്ത് പറയാ? റൂട്ട് ഹെയേഴ്സ് എന്ന് പറയാ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റെമ്മിന്റെ മുകളിൽ കാണുന്ന ഹെയർ, സ്റ്റെമ്മിന്റെ മുകളിൽ നമുക്ക് കാണാം. അപ്പൊ തുളസി ചെടിയിലേക്ക് മുകളിൽ നമ്മൾ നിറയെ ഹെയേഴ്സ് കാണുന്നില്ലേ? അപ്പൊ സ്റ്റെമ്മിന്റെ ഹെയേഴ്സിന്, എപ്പിഡെർമൽ ഹെയേഴ്സിനാണ് നമ്മള് ട്രൈക്കോംസ് എന്ന് പറയാം മക്കളെ. ട്രൈക്കോംസ് ആണ് യൂഷ്വലി മൾട്ടി സെല്ലുലാർ ആണ് കേട്ടോ. ട്രൈക്കോംസ് മൾട്ടി സെല്ലുലാർ ആയിട്ടാണ് സാധാരണ കാണാറ്. പക്ഷെ റൂട്ട് ഹെയർസ് എന്താണ്? യൂണിസെല്ലുലാർ ആണ്. They may be branched or unbranched or soft or stiff. Then sometimes secretory. അപ്പോൾ ഈ പ്ലാന്റിന്റെ ഒക്കെ തന്നെ കുറെ സെക്രട്ടറി പ്രോഡക്റ്റുകളൊക്കെ ഈ ഒരു ട്രൈക്കോംസിലൂടെ പുറത്തോട്ട് വരാറുണ്ട്. Then ട്രൈക്കോംസ് വേറെ ചെയ്യുന്നത് ഹെൽപ്പ് ഇൻ പ്രിവെന്റിങ് ദ വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ മുഖേന വെള്ളം നഷ്ടപ്പെടുന്നത് തടയുന്നതാണ് ഈ ട്രൈക്കോംസിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ടിഷ്യൂ സിസ്റ്റം. ഇപ്പൊ നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആണ് പഠിച്ചത്. ഇനി നമുക്ക് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ആണ് പഠിക്കാനുള്ളത്. വാസ്കുലർ ടിഷ്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം പ്ലാന്റ് വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്യുന്നത് ഈ സൈലത്തിലൂടെയാണ്. ആൻഡ് ഓൾസോ ഫുഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഫ്ലോയത്തിലൂടെയാണ്. അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. നോക്കൂ, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തില് നോക്കൂ സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട്. അപ്പൊ റൂട്ടിന്റെ കേസ് ആണെങ്കിൽ സൈലം ഫ്ലോയം ഇവിടെ നോക്കൂ, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. റൂട്ടില് സൈലം ഫ്ലോയും ആൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇവിടെ നോക്കൂ, ഒരു സൈലം കാണും, ഒരു ഫ്ലോയം കാണും, ഒരു സൈലം കാണും, ഒരു ഫ്ലോയം കാണും. ആൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ദെൻ സ്റ്റെമ്മിന്റെ കേസിലാണെങ്കിൽ സൈലം ഫ്ലോയും ഒരു വാസ്കുലർ ബണ്ടിലിന്റെ ഉള്ളിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഇതൊരു സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൽ ഇതിരിക്കുന്ന സൈലം, ഇപ്പുറത്ത് ഫ്ലോയം. ഇവിടെ നോക്കൂ, ഇത് റൂട്ടിന്റെ അനാട്ടമിയാണ്. ഇവിടെ ഒരു സൈലം ഇരിക്കുന്നു, ഇപ്പുറത്ത് ഫ്ലോ ഇരിക്കുന്നു. അതായത് സ്റ്റെമ്മിലാണെങ്കിൽ സൈലം ഫ്ലോയും ഒരു ബണ്ടിലാണ് കാണുന്നത്. റൂട്ടിലാണെങ്കിൽ സൈലം ഫ്ലോയും ആൾട്ടർനേറ്റ് ചെയ്ത് ഒരു സൈലം ഇരിക്കുന്നു, ഒരു ഫ്ലോ ഇരിക്കുന്നു, ഒരു സൈലം ഇരിക്കുന്നു, ഒരു ഫ്ലോ ഇരിക്കുന്നു, അങ്ങനെ കാണുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഈ റൂട്ടിൽ കാണുന്ന സൈലം ഫ്ലോയും ആൾട്ടർനേറ്റ് ചെയ്ത് കാണുന്ന വാസ്കുലർ ബണ്ടിലിന് പറയുന്ന പേരാണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. റേഡിയൽ അതായത് കാണുന്നത് റൂട്ടിലാണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ കാണുന്നത്. സൈലം ഫ്ലോയും ആൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ദെൻ സ്റ്റെമ്മില് സൈലം ഫ്ലോയും ഒരു ബണ്ടിലാണ് കാണുന്നത്.
അങ്ങനെ ഒരു ബണ്ടിൽ കാണുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. സൈലം ആൻഡ് ഫ്ലോയം സെയിം ബണ്ടിലാണ്, അത് സ്റ്റെമ്മിലാണ് കാണുന്നത്. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. റൂട്ടിൽ ഏതാ കാണുന്നത് മക്കളെ? റൂട്ടില് റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ് റൂട്ടിൽ കാണുന്നത്. അതായത് സൈലോം ഫ്ലോയും ആൾട്ടർനേറ്റ് ചെയ്തിട്ട് കാണുന്നു. ഇനി കൺജോയിന്റ് ബണ്ടിൽ തന്നെ നോക്കൂ നിങ്ങള്, ഇവിടെ 2 ടൈപ്പ് ബണ്ടിലുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് കൺജോയിന്റ് ക്ലോസ്ഡ് ബണ്ടിലാണ്, ഇത് കൺജോയിന്റ് ഓപ്പൺ ബണ്ടിലാണ്. കൺജോയിന്റ് ക്ലോസ്ഡ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയില്, ഇപ്പൊ ഇവിടെ കൺജോയിന്റ് ഓപ്പൺ നോക്കൂ നിങ്ങള്, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയില് കാമ്പിയം കാണുന്നുണ്ട്. കാമ്പിയം എന്ന് പറഞ്ഞ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പൊ ഇതിന് നമ്മളിപ്പോ നമ്മുടെ 2 ഡോറിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഞാൻ അവിടെ നിന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താണ്, ആ ഡോർ ഓപ്പൺ അല്ലേ? ഇതേപോലെ ഇവിടെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയില് കാമ്പിയം കാണുന്നുണ്ട്. ചിലതിനെ നമ്മൾ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് വിളിക്കും. അത് കാണുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിലാണ്. അതുകൊണ്ടാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിന് വണ്ണം വെക്കുന്നത്, കാരണം അതിന്റെ ഉള്ളിൽ തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്. ഇനി മോണോക്കോട്ട് സ്റ്റെം, നമ്മുടെ തെങ്ങ് അതുപോലെ കവുങ്ങ് ഇതൊക്കെ ഇല്ലേ, ഇതിലെന്താണ്? ഇതിന് കാമ്പിയം കാണുന്നില്ല. അതുകൊണ്ട് അത് കൺജോയിന്റ് ആണ്. അതായത് സൈലും ഫ്ലോയും ഒരു ബണ്ടിലാണ് കാണുന്നത്. പക്ഷേ അതിൽ കാമ്പിയം ഇല്ലാത്തത് കൊണ്ട് അത് എന്താ മക്കളെ? അത് കൺജോയിന്റ് ക്ലോസ്ഡ് ആണ്. ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ ചിത്രമൊക്കെ വെച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന് വാസ്കുലാർ ബണ്ടിലിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ, 2 കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. ഒന്ന് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ, 2 കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സൈലോം ഫ്ലോയും ആൾട്ടർനേറ്റ് ചെയ്ത് കാണുന്നു. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സെയിം ബണ്ടിലാണ് കാണുന്നത്. ഈ കൺജോയിന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കൺജോയിന്റ് ഓപ്പണും ഒന്ന് കൺജോയിന്റ് ക്ലോസ്ഡ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിൽ കാമ്പിയം കാണുന്നു, അതിനാണ് നമ്മൾ കൺജോയിന്റ് ഓപ്പൺ എന്ന് പറയുക. അത് കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ്. കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ കാമ്പിയം ആബ്സെന്റ് ആണ്, അത് കാണുന്നത് മോണോക്കോട്ട് പ്ലാന്റുകളിലാണ്. ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. Vascular tissue system consists of complex tissues. ഏതൊക്കെയാ? സൈലം ആൻഡ് ഫ്ലോയം ഉണ്ട്. സൈലം ആൻഡ് ഫ്ലോയം together constitute the vascular bundle. അത് തന്നെയാണ് പറയുന്നത്. ഡൈക്കോട്ട്, presence of cambium. നമ്മൾ നേരത്തെ പറഞ്ഞു cambium between xylem and phloem. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നു. അത് കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ്, ഡൈക്കോട്ട് സ്റ്റെമ്മില്. Then vascular bundle without cambium എന്താ പറയാ? ക്ലോസ്ഡ് എന്നാണ് പറയാ. അത് മോണോക്കോട്ട് പ്ലാന്റുകളിലാണ് കാണുന്നത്. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച്ഡ് ആൾട്ടർനേറ്റ് മാനർ ഓൺ ദ ഡിഫറെന്റ് റേഡിയസ്. ആൾട്ടർനേറ്റ് മാനറിൽ അറേഞ്ച് ചെയ്തതിന് നമ്മൾ എന്ത് പറയും? റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയും. കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലം ആൻഡ് ഫ്ലോയം ആർ സിറ്റുവേറ്റഡ് ഇൻ സെയിം റേഡിയസ്. ഒരേ ബണ്ടിലിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തതിന് നമ്മൾ എന്ത് പറയും? കൺജോയിന്റ്. സെയിം സാധനം തന്നെയാണ് കേട്ടോ, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു എന്നേയുള്ളൂ. ഇനി ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മക്കളെ എന്താ? all the tissues except epidermis and vascular bundle. എപ്പിഡെർമിസിനെയും ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതാ. ഓക്കെ, എപ്പിഡെർമിസിനെയും വാസ്കുലാർ ബണ്ടിലിനെയും ഒഴിവാക്കി കാണുന്ന ബാക്കിയുള്ള എല്ലാ ടിഷ്യൂസിനെയും നമ്മൾ എന്ത് പറയും? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയും. Then it consists of simple tissues. അതിൽ എന്തൊക്കെയുണ്ട്? പാരൻകീമ ഉണ്ട്, കോളൻകീമ ഉണ്ട്, സ്ക്ലിയറൻകീമ ഉണ്ട്, ഇത് കോർട്ടെക്സ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ തന്നെ അത് പല പല സെല്ലുകൾ കാണുന്നുണ്ട് കേട്ടോ.
പാരങ്കൈമ സെൽസ് ഇവിടെ കാണുന്നു, കോർട്ടെക്സില്, പെരിസൈക്കിള്, പിത്ത്, മെഡുലറി റേ, ഇതിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? പാരങ്കൈമ സെല്ലുകൾ കാണുന്നുണ്ട്. ദെൻ ലീവ്സിലാണെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ മീസോഫിൽ എന്ന് പറഞ്ഞ സെല്ലുകളാണ് ലീവ്സിലെ ഗ്രൗണ്ട് ടിഷ്യൂ കേട്ടോ. അപ്പൊ അത് നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഗ്രൗണ്ട് ടിഷ്യൂവിനെ കുറിച്ചിട്ട് കൂടുതലൊന്നുമില്ല. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റവും അതുപോലെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാറ്റിനെയും നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആട്ടമിൽ പഠിക്കാനുള്ളത് ഏതൊക്കെയാ? ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഏതൊക്കെയാണ് ഡിഫറൻസ് എന്നും എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡൈക്കോട്ട് റൂട്ടാണ് കേട്ടോ. ഡൈക്കോട്ട് റൂട്ട് ടീച്ചർ അതിൻ്റെ ആ ഡയഗ്രാം വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു ഡൈക്കോട്ട് റൂട്ടിന് ഒരു നിങ്ങൾക്കറിയാം എന്തുണ്ട്? ഔട്ടർ മോസ്റ്റ് ലെയറിന് ഇപ്പോൾ ഒരു ഡൈക്കോട്ട് റൂട്ടിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്താൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? എന്താണ്? സൈലം ഉണ്ട്, ഫ്ലോയും ഉണ്ട്, ദെൻ എപ്പിഡെർമിസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. ഇങ്ങനെയാണ് ഒരു ഡൈക്കോട്ട് റൂട്ടിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ഭാഗങ്ങളായിട്ട്. സിമ്പിളായിട്ടാണ് പറയുന്നത്, നല്ലോണം മനസ്സിലാക്കുക കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. ഔട്ടർ മോസ്റ്റ് ലെയറിന് നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയും അല്ലേ? ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ്. ഇതാണ് ഇതിന്റെ എപ്പിഡെർമിസ്. ദെൻ റൂട്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ എന്തുണ്ട്? റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. അപ്പൊ എപ്പിഡെർമിസിന്റെ മുകളിൽ റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് പിന്നീട് പാരങ്കൈമാറ്റസ് സെല്ലുകൾ വിത്ത് ഇന്റർ സെല്ലുലാർ സ്പേസസ്, കുറേ പാരങ്കൈമാറ്റസ് സെല്ലുകൾ, ഇന്റർ സെല്ലുലാർ സ്പേസസ് ഉള്ള പാരങ്കൈമാറ്റസ് സെല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയക്ക് നമ്മൾ പറയുന്ന പേരാണ് കോർട്ടെക്സ്. ഓക്കെ. ദെൻ കോർട്ടെക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് ഈ കാണുന്നത്. കോർട്ടെക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ. അപ്പൊ നമ്മൾക്ക് ചോദിച്ചു എന്ന് വിചാരിക്കുക, ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ്, അതിനെന്താ പറയാ? നമ്മുടെ എൻഡോഡെർമിസ് എന്നാണ് പറയുക. ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് എൻഡോഡെർമിസ് ആണ്. ദെൻ എൻഡോഡെർമിസിന്റെ മുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. റൂട്ടിന്റെ എൻഡോഡെർമിസില് സ്യൂബറിൻ എന്ന് പറഞ്ഞ വാക്സി മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഡെപ്പോസിഷൻ ഉണ്ട്. സ്യൂബറിൻ കൊണ്ടുള്ള ഡെപ്പോസിഷൻ അത് വാട്ടർ ഇംപെർമിയബിൾ ആണ് കേട്ടോ. വാട്ടറിനെ കടത്തി വിടാത്തത്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? കാസ്പാരിയൻ സ്ട്രിപ്പ് എന്ന് പറയും. കാസ്പാരിയൻ സ്ട്രിപ്പ്. അപ്പൊ നമ്മളൊരു റൂട്ടിന്റെ എൻഡോഡെർമിസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണത് കാസ്പാരിയൻ സ്ട്രിപ്പ്. അത് എന്തുകൊണ്ടാണ്? എന്തിന്റെ ഡെപ്പോസിഷനാ? സ്യൂബറിൻ, വാക്സി മെറ്റീരിയൽ ആയിട്ടുള്ള സ്യൂബറിൻ, അത് വാട്ടർ ഇംപെർമിയബിൾ ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ തൊട്ട് താഴെ കാണുന്ന ലെയർ ആണ് പെരിസൈക്കിൾ. അപ്പൊ ഈ പെരിസൈക്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പെരിസൈക്കിളിൽ നിന്നാണ് എന്താണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. അതുപോലെ ലാറ്ററൽ റൂട്ടുകൾ ഒറിജിനേറ്റ് ചെയ്യുന്നതൊക്കെ എവിടെ നിന്നാണ്? പെരിസൈക്കിളിൽ നിന്നാണ് കേട്ടോ. സൈഡുകളിലോട്ട് റൂട്ടിന്റെ പോർഷൻസ് ഒക്കെ വളർന്നു വരില്ലേ, അതൊക്കെ പെരിസൈക്കിളിൽ നിന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം കേട്ടോ. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ അതിന്റെ വാസ്കുലർ ബണ്ടിലോട്ട് പോവാണ്. ഇവിടെ നോക്കും മക്കളെ, വാസ്കുലർ ബണ്ടില് സൈലമാണ് ഈ കാണുന്നത്. സൈലമാണ് ഇത്. ഓക്കെ. ഇതാണ് ഫ്ലോയം. സൈലമുണ്ട്, ഫ്ലോയമുണ്ട്. അപ്പൊ സൈലും ഫ്ലോയും കാണുന്നത് ആൾട്ടർനേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഒരു സൈൽ ഇരിക്കുന്നു, ഒരു ഫ്ലോ ഇരിക്കുന്നു, ഒരു സൈൽ ഇരിക്കുന്നു, ഒരു ഫ്ലോ ഇരിക്കുന്നു അല്ലെ? അപ്പൊ സൈലും ഫ്ലോയും ആൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. അത് റൂട്ടിന്റെ വാസ്കുലർ ബണ്ടിലുകളുടെ പ്രത്യേകതയാണ്. അതിനാണ് നമ്മൾ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയാ. സൈലും ഫ്ലോയും ആൾട്ടർനേറ്റ് ചെയ്ത് കാണുന്നു, അതിന് നമ്മൾ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് പറയും. ഇനി ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതില് റൂട്ടിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മെറ്റാസൈലം, അതായത്
ഇതാണ് മെറ്റാസൈലം. ഈ മെറ്റാസൈലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വലിയ സൈലം എലമെന്റ്. മെറ്റാസൈലം സെന്ററിലോട്ടും കുഞ്ഞു സൈലം പുറത്തോട്ടുമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് വലിയ ലാർജ് സൈലത്തിന് നമ്മൾ മെറ്റാസൈലം എന്ന് പറയും. സ്മോൾ സൈലത്തിന് നമ്മൾ എന്ത് പറയും? പ്രോട്ടോസൈലം എന്ന് പറയും. പ്രോട്ടോസൈലം. അപ്പൊ ഇങ്ങനെ മെറ്റാസൈലം സെന്ററിലോട്ടും പ്രോട്ടോസൈലം പുറത്തോട്ടുമായിട്ടുള്ള അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് എക്സാർക് എന്നാണ് പറയാ. എക്സാർക് എന്ന് വെച്ചാൽ പ്രോട്ടോസൈലം ടുവേർഡ്സ് ഔട്ട്സൈഡ് ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് സെന്റർ. ഈ അറേഞ്ച്മെന്റിന് നമ്മൾ എക്സാർക് എന്ന് പറയും. ഇത് റൂട്ടിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, എക്സാർക് അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഒരു റൂട്ടിന്റെ ഡൈക്കോട്ട് റൂട്ടിന്റെ അനാട്ടമി പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാം മോണോകോട്ട് റൂട്ടിന്റെ കൂടി പറഞ്ഞിട്ട് ഞാൻ അത് തമ്മിലുള്ള ഡിഫറൻസ് പറയാം കേട്ടോ. ഓക്കെ, മോണോകോട്ട് റൂട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡൈക്കോട്ട് റൂട്ടിൽ നിന്നുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞ ഇതൊക്കെയുണ്ട്. എപ്പിഡെർമിസും അതുപോലെ കോർട്ടെക്സ് എല്ലാം ഉണ്ട്. ഇപ്പൊ സൈലം വെസൽസ് നോക്കൂ നിങ്ങള്. ഈ സൈലം നേരത്തെ നമ്മൾ പോളിഗോണൽ ആയിട്ടാണ് കണ്ടത് അല്ലെ, അതിന് പകരം ഇവിടെ റൗണ്ടഡ് ഷേപ്പാണ്. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വാസ്കുലാർ ബണ്ടിലുകളുടെ എണ്ണം ഇതില് കൂടുതലായിട്ടാണ് കാണുന്നത്. സൈലം കുറേ ഉണ്ട്. നമ്മൾ നേരത്തെ അതിൽ എത്ര കണ്ട് സെയിം ഇവിടെ നമ്മൾ കണ്ടത് ആകെ 4 എണ്ണയുള്ളൂ. ലിമിറ്റഡ് നമ്പർ ആയിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ എത്തിയപ്പോ എത്രയായി? കൂടുതൽ ന്യൂമറസ് നമ്പറാണ്. അതിന് നമ്മൾ പോളിയാർക്ക് എന്ന് പറയും, കൂടുതലുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂട്ടിന്റെ ആ കേസ് തന്നെ പ്രോട്ടോസൈലം പുറത്തോട്ടും മെറ്റാസൈലം അകത്തോട്ടായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി ഈ സെന്ററിലുള്ള സ്പേസ് നോക്കൂ നിങ്ങൾ. ഈ സെന്ററിലുള്ള സ്പേസിന് നമ്മൾ പിത്ത് എന്നാണ് പറയുന്നത്. പിത്ത് കണ്ടോ, ഇവിടെ മോണോകോട്ടില് പിത്ത് ലാർജ് ആണ് അല്ലെ, കൂടുതൽ സ്പേസ് കാണുന്നില്ലേ. ഇനി ഡൈക്കോട്ടിന്റെ കേസ് എടുത്തു നോക്കൂ നിങ്ങള്. ഡൈക്കോട്ടില് പിത്ത് സ്മോൾ ആണ്. നോക്കൂ, അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ തന്നെ നോക്കൂ, വളരെ കുറച്ചാണ് പിത്ത് കാണുന്നത്. കണ്ടോ, സെന്ററിൽ പിത്ത് കാണുന്നില്ലല്ലോ. അപ്പൊ ഇത് വളരെ കുറച്ചാണ്. പിത്ത് സ്മാൾ ആണ് ഏതില്? ഡൈക്കോട്ട് റൂട്ടില്. മോണോകോട്ട് റൂട്ടില് പിത്ത് ലാർജ് ആണ്. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്. എങ്ങനെയാണത്? ഇപ്പോ രാജു സെക്ഷൻ എടുത്തപ്പോ ലാബിൽ നിന്നൊരു മെറ്റീരിയൽ എടുത്തു. അപ്പൊ അതിൽ ഇത്രയൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടേഴ്സ്, നിങ്ങൾക്ക് ഇത് ഏതാന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. നമുക്ക് ഈസി ആയിട്ട് അത് എഴുതാം കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു നോട്ടാണിത്. നോക്കിക്കോളൂ. മോണോകോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് നമ്മളൊന്ന് പോയിന്റ് ആക്കുന്നു. സൈലം ബണ്ടിൽസ് ന്യൂമറസ് നമ്മൾ കണ്ടു അല്ലെ. മോണോകോട്ടിലെ സൈലം ന്യൂമറസ് ആണ്, പോളിയാർക്ക് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ സൈലം ബണ്ടിൽസ് ലിമിറ്റഡ് ഇൻ നമ്പർ ആണ് ഇതില് ഡൈക്കോട്ട് റൂട്ടിൽ. പിത്ത് ലാർജ് കണ്ടു നമ്മള് മോണോകോട്ട് റൂട്ടിൽ. പിത്ത് സ്മാൾ ആണ് ഇതില് ഡൈക്കോട്ട് റൂട്ടിൽ. സൈലം വെസൽസ് റൗണ്ടഡ് ആണ് മോണോകോട്ട് റൂട്ടില്. സൈലം വെസൽസ് പോളിഗോണൽ ആണ് ഇതില് ഡൈക്കോട്ട് റൂട്ടില്. ഇനി ബാക്കി ഇവ രണ്ടിനും ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കാരണം ഇത് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് മോണോകോട്ടിന്റെ ക്യാരക്ടേഴ്സ് ആണ്, ഇപ്പുറത്തുള്ളത് ഡൈക്കോട്ടിന്റെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ മോണോകോട്ട് സ്റ്റെം ആയാലും നമുക്ക് ഈ ക്യാരക്ടേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ് അല്ലെ. രണ്ടും റൂട്ട് ആയതുകൊണ്ട് റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. രണ്ടും സൈലം എക്സാർക്ക് ആണ്. അതായത് പ്രോട്ടോസൈലം ടുവേർഡ്സ് ഔട്ട്സൈഡ് ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് ദ സെന്റർ. അപ്പൊ അങ്ങനെയാണ് ഈ റൂട്ടിന്റെ അറേഞ്ച്മെന്റ് കാണുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡയഗ്രം മൈൻഡിൽ ഇങ്ങനെ വരണം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അത് ആൻസർ. ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഡൈക്കോട്ട് സ്റ്റെം എന്ന് പറഞ്ഞാല് ഇതാ ഇങ്ങനെ ഇരിക്കും. നോക്കൂ, ഈ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് ആണ്. പിന്നെ സ്റ്റെം ആയതുകൊണ്ട് അതിന്റെ ലെയേഴ്സിന് നമ്മൾ എന്ത് പറയും? ട്രൈക്കോട്ട്
ട്രൈക്കോംസ് എന്ന് പറയും അല്ലേ. സ്റ്റെമ്മിന്റെ മുകളിൽ ഇവിടെ ഹെയർസ് കാണുന്നുണ്ട്, അത് ട്രൈക്കോംസ് ആണ്. അതേപോലെ കുറച്ച് ഫ്യൂസ് ഓഫ് സ്റ്റൊമാറ്റ കൂടി ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ലീഫിലാണ് കൂടുതലായിട്ട് സ്റ്റൊമാറ്റ കാണുന്നത്, എന്നാലും സ്റ്റെമ്മിൽ കുറച്ച് സ്റ്റൊമാറ്റ കാണുന്നുണ്ട്. ഇതിന്റെ മുകളിൽ ഒരു തിൻ ലെയർ ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ വാക്സി കോട്ടിങ് ഉണ്ടാവും എപ്പിഡെർമിസിന്റെ മുകളിൽ. ഇനിയുള്ളത് ഇതിന്റെ നമ്മൾ കോർട്ടെക്സിലോട്ട് പോയി കഴിഞ്ഞാൽ, കോർട്ടെക്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരേപോലെയുള്ള ഇന്റർസെല്ലുലാർ സ്പേസസ് ഉള്ള പാരങ്കൈമാറ്റ സെല്ലുകളായിട്ടല്ല കോർട്ടെക്സ് കാണുന്നത് കേട്ടോ. തട്ടായിട്ടാണ് ഇരിക്കുന്നത്. നോക്കൂ, ഈ കോർട്ടെക്സില് ഇപ്പൊ എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെ കാണുന്ന കോർട്ടെക്സ് നിങ്ങൾ നോക്കൂ. ഈ കോർട്ടെക്സ് കോളൻകൈമാറ്റസ് കോർട്ടെക്സ് ആണ്. കണ്ട, ഹൈപ്പോഡെർമിസ് എന്നാണ് അതിന് പറയാ. ഹൈപ്പോഡെർമിസ് അത് കോളൻകൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കോളൻകൈമ എന്ന് പറഞ്ഞാൽ എന്താ? കോളൻകൈമ ആദ്യം നമ്മുടെ ബുക്കിൽ അതൊക്കെ ആദ്യം പഠിപ്പിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, കാരണം ഇന്റർ സെല്ലുലാർ സ്പേസസ് ഇല്ലാതെ. അത് ഇപ്പൊ പാരങ്കൈമും കോളൻകൈമും നമ്മുടെ വ്യത്യാസം നമുക്ക് ഇപ്പൊ ഒരു മതില്, കരിങ്കല്ലിന്റെ മതിൽ നോക്കൂ നിങ്ങൾ, പാമ്പൊക്കെ കയറുന്ന ഹോളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ പാരങ്കൈമായി സങ്കല്പിക്കുകയാണെന്ന് വെച്ചാൽ അത് സിമെന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായി? കോളൻകൈമായി അല്ലേ. ഇപ്പൊ കോളൻകൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞൊരു ലെയർ കാണുന്നുണ്ട്, ഹൈപ്പോഡെർമിസ് കണ്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ്? കോർട്ടിക്കൽ ലെയേഴ്സ്, പാരങ്കൈമാറ്റസ് സെൽസ് വിത്ത് ഇന്റർസെല്ലുലാർ സ്പേസസ്. പിന്നെ ചിലതിൽ ഇവിടെ ക്ലോറൻകൈമാറ്റസ് സെല്ലുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടാണ് എന്ത് കാണുന്നത്? നമ്മുടെ കോർട്ടെക്സ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എൻഡോഡെർമിസ് ഉണ്ട്. പിന്നെ വാസ്കുലാർ ബണ്ടിൽസിന്റെ പ്രത്യേകത നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, വാസ്കുലാർ ബണ്ടിൽസ് നോക്കൂ മക്കളെ, റേഡിയൽ അല്ല, കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. നോക്കൂ, കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. സൈലം ഫ്ലോയും അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ് ആണ് അല്ലെ. എന്താണ്? വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. ധാരാളം വാസ്കുലാർ ബണ്ടിൽസ് നോക്കൂ നിങ്ങൾ, ഇതൊക്കെ എന്താണ്? ഒരു റിംഗ് ഫോമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൺജോയിന്റ് എന്ന് പറയാൻ കാരണം എന്താ? സൈലും ഫ്ലോയും ഒരു ബണ്ടിലിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? കൺജോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഡൈക്കോട്ട് സ്റ്റെം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ, വാസ്കുലാർ ബണ്ടിലുകൾക്കിടയിൽ ക്യാമ്പിയം കാണുന്നുണ്ട് കണ്ടോ. ക്യാമ്പിയം കാണുന്നുണ്ട്. അപ്പൊ ക്യാമ്പിയം ഉള്ളത് കൊണ്ട് ഇത് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. പിന്നീട് നോക്കൂ നിങ്ങള്, പ്രോട്ടോസൈലം വരുന്നത് എങ്ങോട്ടാ? മനസ്സിലാകുന്നുണ്ടാവും അല്ലെ. പ്രോട്ടോസൈലം ഇങ്ങോട്ട്, നേരെ ഓപ്പോസിറ്റാ. കുഞ്ഞു സൈലം എലമെന്റുകൾ സെന്ററിലോട്ടാണ് വരുന്നത്. മെറ്റാസൈലം പെരിഫറൽ സൈഡിലോട്ട്, പുറത്തോട്ടാണ് മെറ്റാസൈലം വരുന്നത്. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് മക്കളെ എൻഡാർക്ക് അറേഞ്ച്മെന്റ്. ഇപ്പൊ എൻഡാർക്ക് സ്റ്റെമ്മിനുള്ള ഒരു പ്രത്യേകതയാണ് എൻഡാർക്ക് അറേഞ്ച്മെന്റ്. പ്രോട്ടോസൈലം ടുവേർഡ്സ് സെന്റർ ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് പെരിഫറൽ. പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ കുഞ്ഞു സൈലം എലമെന്റുകൾ ഉണ്ടാവും. പിന്നെ നമ്മള് പെരിസൈക്കിൾ ഉണ്ട്, അതുപോലെ മെഡുലറി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനിയുള്ളത് വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ? റിംഗ് ഫോമില് കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ആണ് കാണുന്നത്. ഇത് എക്സാം ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ടാണ് കേട്ടോ, ബാക്കി ഒരുപാട് പറയാത്ത, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഇനി നമ്മള് മോണോകോട്ട് സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ, മോണോകോട്ട് സ്റ്റെമ്മില് സിമിലർ സ്ട്രക്ചേഴ്സ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കോളൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഇവിടെ കാണുന്നത് ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആണ്. ഹൈപ്പോഡെർമിസ് സ്ക്ലീറൻകൈമാറ്റസ് ആണ്. സ്ക്ലീറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസിലാണ് മോണോകോട്ടിൽ. കണ്ടോ,
മോണോകോട്ട് സ്റ്റെമ്മിൽ കാണുന്നത്. പിന്നെ മോണോകോട്ട് സ്റ്റെമ്മിനുള്ള പ്രത്യേകത, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്മൾ ഒരു റിംഗ് ഫോമിലാണ് അറേഞ്ച് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ വാസ്കുലാർ ബണ്ടിൽസ്, ധാരാളം വാസ്കുലാർ ബണ്ടിൽസ് സ്കാറ്റേഡ് ആയിട്ടാണ് കാണുന്നത്. കണ്ട, ചിന്നി ചെതറായിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മോണോകോട്ട് സ്റ്റെമ്മും അത്രയും വ്യത്യാസങ്ങളേ ഉള്ളൂ, മോണോകോട്ട് സ്റ്റെമ്മും ഡൈക്കോട്ട് സ്റ്റെമ്മും തമ്മിൽ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്മൾ നേരത്തെ കണ്ടു വാസ്കുലാർ ബണ്ടിൽസ് ലിമിറ്റഡ് നമ്പർ ആണ്. മോണോകോട്ട് ആണെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ് ന്യൂമറസ് ആണ് അല്ലെ, കുറെ നമ്മൾ കണ്ടു. വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ് ആണ് ഏതെല്ലാം വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്, അതാണ് ഡൈക്കോട്ട് സ്റ്റെമ്മില്. മോണോകോട്ട് സ്റ്റെമ്മില് വാസ്കുലാർ ബണ്ടിൽസ് സ്കാറ്റേർഡ് ആണ്. ദെൻ സൈലം വെസൽസ് പോളിഗോണൽ ആണ് ഡൈക്കോട്ടില്. അതൊക്കെ ഡൈക്കോട്ടിന്റെ ക്യാരക്ടർ ആണ് കേട്ടോ. ഇവിടെ സൈലം വെസൽസ് മോണോകോട്ട് സ്റ്റെം ആവുമ്പോൾ അതിൽ റൗണ്ടഡ് ആണ്. ദെൻ ഇനി സ്റ്റെമ്മിലുള്ള പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. സൈലം എൻഡാർക്ക് ആണ്, അതായത് പ്രോട്ടോസൈലം ടുവേർഡ്സ് സെന്റർ ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് പെരിഫറൽ. ഇവിടെ ഇതും തന്നെ സൈലം എൻഡാർക്ക് ആണ്. കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. സൈലവും ഫ്ലോയും ഒരു ബണ്ടിലാണ് കാണുന്നത് അല്ലെ, കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. ഇപ്പുറത്താണെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇടയില് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ക്യാബിയം കാണുന്നുണ്ട്. ദെൻ മോണോകോട്ട് സ്റ്റെം ആണെങ്കിൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ക്യാമ്പിയം കാണുന്നില്ല, ക്യാമ്പിയം ആബ്സെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന് ക്ലോസ്ഡ് എന്ന് പറയും. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇത് ഇത്രയും പോയിന്റുകൾ എഴുതിയാലാണ് ഇത് ഏതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ തന്നിട്ട് ഇത് ഏതിൽ വിടുന്നു, ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടർ ആണോ, ഇതിലെ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. വളരെ ഇപ്പൊ ഇനി നമുക്ക് ഇതിലാകെ പഠിക്കാനുള്ളത് ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കറിയാം ഒരു ഡൈക്കോട്ട് ലീഫിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ലീഫ് ആയതുകൊണ്ട് തന്നെ അതിന് അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, ലോവർ എപ്പിഡെർമിസ് ഉണ്ട്. ലീഫിന് എന്തുണ്ട്? എന്താ ഇവിടെ ഈ കാണുന്നു, നോക്ക് മക്കളെ, ഇത് അപ്പർ എപ്പിഡെർമിസ് ആണ് അല്ലെ. അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, താഴെ കാണുന്നത് ലോവർ എപ്പിഡെർമിസ്. അപ്പൊ ഇവിടെ നമുക്കൊരു പ്രത്യേകത, അപ്പൊ എപ്പിഡെർമിസ് നമുക്ക് എലോങ്കേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ഇതിന്റെ മുകളില് വാക്സി ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. എപ്പിഡെർമിസിന്റെ മുകളിൽ എന്തുണ്ട്? വാക്സി ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. ദെൻ സ്റ്റൊമാറ്റ കാണുന്നുണ്ട് എപ്പിഡെർമിസില്. സ്റ്റൊമാറ്റ ഡൈക്കോട്ട് സ്റ്റെമ്മില് കൂടുതലായിട്ട് കാണുന്നത് ലോവർ എപ്പിഡെർമിസിലാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ലോവർ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. നോക്കൂ, ടിഷ്യൂ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ്. ഇനി അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസിന്റെ ഇടയിലുള്ള ടിഷ്യൂവിനെ പറയുന്ന പേരാണ് മീസോഫിൽ. ഇതിനെല്ലാം കൂടി നമ്മൾ മീസോഫിൽ എന്ന് പറയും. മീസോഫിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്, ഇവിടെ കാണുന്ന ഈ സെല്ലുകൾ നോക്കൂ നിങ്ങൾ, ഇത് കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള എലോങ്കേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ഈ ഒരു ഏരിയക്ക് നമ്മൾ പാലിസേഡ് ടിഷ്യൂ എന്ന് പറയും. ഓക്കെ, ഇത് അപ്പർ എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെ കാണുന്നത്, അഡാക്സിയൽ സൈഡിൽ കാണുന്നത് കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള എലോങ്കേറ്റഡ് ആയിട്ടുള്ള മീസോഫിൽ സെല്ലുകളാണ്. അവയ്ക്ക് നമ്മൾ പാലിസൈഡ് ടിഷ്യൂ എന്ന് പറയും. ദെൻ താഴെ കാണുന്നത് ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള മീസോഫിൽ സെല്ലുകളാണ്. അവയെ നമ്മൾ എന്ത് പറയും? സ്പോഞ്ചി ടിഷ്യൂ അല്ലെങ്കിൽ സ്പോഞ്ചി പാരന്റിമ എന്ന് പറയും. അപ്പൊ ഇതിലുള്ള പ്രത്യേകത, ഡൈക്കോട്ട് ലീഫിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മീസോഫിൽ രണ്ട് തട്ടുകളായിട്ടുണ്ട്. ഒന്ന് പാലിസേഡ് ടിഷ്യൂവും ഒന്ന് സ്പോഞ്ചി ടിഷ്യൂവും. പാലിസേഡ് ടിഷ്യൂ കോമ്പാക്ട്ലി പാക്ഡ് ആണ്, സ്പോഞ്ചി ടിഷ്യൂ ലൂസ്ലി പാക്ഡ് ആണ് കേട്ടോ. ലൂസ്ലി പാക്ഡ് എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാ? ഈ ടൊമാറ്റോയിലൂടെ വരുന്ന ഓക്സിജൻ അല്ല എന്താണ്, ഇങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പോവാനുള്ള ഒരു സ്പേസ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് സൈലവും ഫ്ലോയും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഉള്ളിൽ വാസ്കുലാർ ബണ്ടിൽസ് കാണുന്നുണ്ട്. നമ്മുടെ വെയിൻസ് ഇല്ലേ,
ലീഫിന്റെ വെയിൻസ് ആണ് ഈ വാസ്കുലർ ബണ്ടിൽസ് ആയിട്ട് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും ഉണ്ട്. ഈ അഡാക്സിയൽ സൈഡിൽ അല്ലെങ്കിൽ അപ്പർ എപ്പിഡെർമിസിന്റെ താഴെയാണ് സ്പോഞ്ചി ടിഷ്യൂ എന്ന് പറഞ്ഞ കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള സെല്ലുകൾ കാണുന്നത്. ലോവർ എപ്പിഡെർമിസിന്റെ അടുത്താണ് ഇത് കാണുന്നത്, ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള സ്പോഞ്ചി പാരൻകൈമ കാണുന്നത്. ഇത് ഇന്റർസെല്ലുലാർ സ്പേസസ് കേട്ടോ, ഇന്റർസെല്ലുലാർ സ്പേസസ് ഉണ്ട്. ദെൻ വെയിൻസ് അതിന്റെ വാസ്കുലർ ബണ്ടിൽസ് ആയിട്ട് കാണുന്നു. ദെൻ സ്റ്റൊമാറ്റ കാണുന്നത് ഡൈക്കോട്ട് ലീഫില് ലോവർ എപ്പിഡെർമിസിലാണ് കേട്ടോ. സ്റ്റൊമാറ്റ ധാരാളമായിട്ട് കാണുന്നത് ലോവർ എപ്പിഡെർമിസിലാണ്. ഓക്കെ, ലെയർ ഓഫ് തിക് വാൾഡ് ബണ്ടിൽ ഷീറ്റ് സെല്ലുകളുടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മോണോകോട്ട് ലീഫിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മോണോകോട്ട് ലീഫിന്റെ പ്രത്യേകത എന്താ മക്കളെ? നേരത്തെ പോലെ സ്പോഞ്ചി ടിഷ്യൂ പാലിസൈഡ് ടിഷ്യൂ ഒന്നുമില്ല, അവിടെ എല്ലാവരും ഒരേപോലെ. അതാരാണ്? ഇവിടെ നോക്കൂ, ഒരേപോലെയുള്ള മീസോഫിൽ ടിഷ്യൂ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഒരേപോലെയുള്ള മീസോഫിൽ ടിഷ്യൂ ആണ് കാണുന്നത്. അപ്പൊ ഇവയെ നമ്മൾ പറയുന്ന പേര് ഐസോ ബൈലാറ്ററൽ ലീഫ് എന്നാണ് പറയാ കേട്ടോ. എന്താണ്? ഒരേപോലെയുള്ള. ഇത് നേരത്തെ പോലെ തന്നെ നോക്കൂ, ഇവിടെ ഒന്ന് പറഞ്ഞു തരാം. It is similar with the dorsiventral leaf in many respects except ഒരേപോലെ തന്നെയാണ്. എന്തൊക്കെയാ വ്യത്യാസങ്ങൾ? സ്റ്റൊമാറ്റ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ്. അപ്പൊ ഡൈക്കോട്ട് ലീഫിൽ നിന്നും മോണോകോട്ട് ലീഫിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റൊമാറ്റ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് കേട്ടോ. അതൊരു വ്യത്യാസം. Then mesophyllum not differentiated into palisade and spongy. Then ഇനി വേറെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ക്രാസിഗില്ല. Certain adaxial epidermal cells along the veins modified them into large empty colorless സെല്ലുകളായിട്ട് എപ്പിഡെർമൽ സെല്ലുകൾ കാണും. ആ സെല്ലുകൾക്ക് ലാർജ് എംപ്റ്റി കളർലെസ് സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ബുള്ളിഫോം സെൽസ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ലീഫിന്റെ റോളിംഗ് ഓഫ് ലീവ്സ് ടു റെഡ്യൂസ് ദ ട്രാൻസ്പിരേഷൻ ഡ്യൂറിങ് വാട്ടർ സ്ട്രെസ്. അതായത് വാട്ടർ സ്ട്രെസ് വരുമ്പോൾ ട്രാൻസ്പിരേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ലീഫ് റോളിങ്ങിന് സഹായിക്കുന്ന ഏതാ? നമ്മുടെ ഈ ബുള്ളിഫോം സെല്ലുകളാണ്. ഓക്കേ, അപ്പൊ നമുക്ക് ഇനി ലീഫിന്റെ ഡിഫറൻസ് കൂടി നോക്കാം. നിങ്ങൾ ഈ ഒരു പോയിന്റുകൾ തന്നെ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് നോക്കും? ഓക്കെ, ഡൈക്കോട്ട് ലീഫ്, മോണോകോട്ട് ലീഫ് നോക്കൂ. മീസോഫിൽ ഡിഫറൻഷിയേറ്റഡ് ഇൻടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി ടിഷ്യൂ അല്ലേ ഡൈക്കോട്ടില്. ഇവിടെ എന്താണ് മോണോകോട്ടില്? മീസോഫിൽ നോട്ട് ഡിഫറൻഷിയേറ്റഡ്. Then stomata bean shaped ആണ് ഡൈക്കോട്ടില്. നമ്മൾ സ്റ്റൊമാറ്റ പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ്? സ്റ്റൊമാറ്റ ഡംബൽ ഷേപ്ഡ് ആണ് അല്ലേ. ബീൻ ഷേപ്ഡ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ദെൻ മറ്റൊടുത്ത് ഡംബൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്റ്റൊമാറ്റ ആണ് മോണോകോട്ടിൽ കാണുന്നത്. ദെൻ സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ലോവർ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റ കാണുന്നത്. ഏതില്? നമ്മുടെ ഡൈക്കോട്ട് ലീഫില്. ഇവിടെ എന്താണ്? സ്റ്റൊമാറ്റ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് മോണോകോട്ട് ലീഫില്. ബുള്ളിഫോം സെല്ലുകള് ഡൈക്കോട്ട് ലീഫിൽ ആബ്സെന്റ് ആണ്, ബുള്ളിഫോം സെല്ലുകള് മോണോകോട്ട് ലീഫില് പ്രസന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ അനാട്ടമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഈസി ആയിട്ട് സ്കോർ ചെയ്യും. ഈ പോയിന്റുകൾ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. മറ്റുള്ളതിൻ്റെ പോലെ ഒരുപാട് മെമ്മറൈസ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ആ ചിത്രങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഡിഫറൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളായിരിക്കുക, സന്തോഷമായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ബെസ്റ്റ്.